ഈ വിലക്കുറവ് നമ്മൾ മലയാളികൾക്ക് എന്തു ഗുണമാണ് ഉണ്ടാക്കുക? ഒരു മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചൊരു മധ്യവർഗ കുടുംബത്തിന്റെ പ്രതിമാസ ബഡ്ജറ്റിനുണ്ടാക്കുന്ന ലാഭം എത്രയായിരിക്കും? ഞങ്ങളുടെ ഒരു മധ്യവർഗ പ്രതിനിധി ഈ കാര്യങ്ങൾ വിശദീകരിക്കും. ആര്യ സുരേന്ദ്രൻ കേൾക്കാം. വർഷങ്ങളായി GST എന്നാൽ സങ്കീർണമായ ശതമാന കണക്കുകളുടെ കുരുക്കായിരുന്നു. ഉപഭോക്താക്കൾക്ക് ആശയക്കുഴപ്പവും ബിസിനസ്സുകൾക്ക് ബുദ്ധിമുട്ടുമുണ്ടാക്കുന്ന കണക്കുകളുടെ ഒരു കൂമ്പാരം. എന്നാൽ ഇന്നലെ മുതൽ അതിലൊരു പുതിയ മാറ്റമുണ്ടായിരിക്കുന്നു. GST 2.0 എന്നാണ് അതിനിപ്പോൾ പറയുന്ന പേര്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ GSTയിൽ പഴയ 5%, 12%, 18%, 28% എന്നീ നിരക്കുകൾ ഇനിയില്ല. പകരം പുതിയ നിരക്കാണ്. അതിതാ ഇങ്ങനെയാണ്. അവശ്യ വസ്തുക്കൾക്ക് നികുതിയേയില്ല. ദൈനംദിന ആവശ്യങ്ങൾക്ക് 5% നികുതി മാത്രം. മിക്ക വസ്തുക്കൾക്കും സേവനങ്ങൾക്കും 18% നികുതി. എന്നാൽ അത്യാഡംബര വസ്തുക്കൾക്കും ദോഷകരമായ വസ്തുക്കൾക്കും അല്പം ചിലവേറും. 40% നികുതി. ഈ മാറ്റം സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിൽ എത്ര ലാഭമുണ്ടാകുമെന്ന് നോക്കാം. ദൈനംദിന സാധനങ്ങളിൽ നിന്ന് തുടങ്ങാം. ടൂത്ത് പേസ്റ്റ്, ഷാംപൂ, സോപ്പ്, ഷേവിംഗ് ക്രീം എന്നിവയുടെ എല്ലാം GST 12 മുതൽ 18% നിന്ന് 5% GSTയിലേക്ക് കുറച്ചിട്ടുണ്ട്. ബ്രിട്ടാനിയ ബിസ്ക്കറ്റിനും കാഡ്ബറി ചോക്ലേറ്റിനും അമുൽ ഐസ്ക്രീമിനും ലേസ് ചിപ്സിനും മാഗി നൂഡിൽസിനും ഇനി 5% GST. അമുൽ ബട്ടർ, നെയ്, ചീസ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയ്ക്കും 5% തന്നെ. പനീർ, UHT പാൽ, റൊട്ടി, പൊറോട്ട എന്നിവയ്ക്ക് നികുതിയേയില്ല. ദൈനംദിന സാധനങ്ങളിൽ 200 മുതൽ 500 രൂപ വരെ ഏകദേശം ലാഭിക്കാം. ഇനിയൊരു ബൈക്കോ കാറോ വാങ്ങാൻ ആലോചിക്കുന്നുണ്ടോ? 1200cc പെട്രോൾ, 1500cc ഡീസൽ കാറുകളുടെ GST 28% നിന്ന് 18% കുറഞ്ഞിട്ടുണ്ട്. 350cc വരെയുള്ള ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയ്ക്കും 18% നികുതി. ട്രക്കുകൾ, ഡെലിവറി വാൻ എന്നിവയുടെയും 28% നിന്ന് 18%ലേക്ക് കുറച്ചിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് TVയോ ഫ്രിഡ്ജോ ACയോ വാങ്ങാൻ പദ്ധതിയുണ്ടോ? എങ്കിൽ ഇതാണ് നല്ല സമയം. AC 32 ഇഞ്ച് മുതലുള്ള TV, ഫ്രിഡ്ജ്, ഡിഷ് വാഷർ, മൈക്രോവേവ് എന്നിവ 28 നിന്ന് 18%ലേക്ക് കുറച്ചിട്ടുണ്ട്. സോളാർ പാനലുകൾ, വാട്ടർ ഹീറ്ററുകൾ 5% GST. ഗൃഹോപകരണങ്ങളുടെ വിലയിൽ അങ്ങനെ 2500 മുതൽ 10,000 രൂപ വരെ ലാഭം നേടാം. ഇനി വീട് പണിയോ നവീകരണമോ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ലാഭമുണ്ട്. സിമന്റിന്റെ നികുതി 28% നിന്ന് 18%ലേക്കും മാർബിൾ, ഗ്രാനൈറ്റ്, ഇഷ്ടിക എന്നിവയുടേത് 12% നിന്ന് 5%ലേക്ക് മാറ്റിയിട്ടുണ്ട്. വീട് പണിയിൽ അങ്ങനെ 10,000 മുതൽ 50,000 രൂപ വരെ ലാഭിക്കാം. GST 2.0യിൽ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കുമുണ്ട് മുൻഗണന. വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിനുണ്ടായിരുന്ന 18% GST പൂർണ്ണമായും ഒഴിവാക്കി. മിക്ക മരുന്നുകളും 12% നിന്ന് 5%ലേക്കും കുറച്ചിട്ടുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതിയേയില്ല. സലൂൺ, ജിം, യോഗ സെന്ററുകൾ എന്നിവയുടെ GST നിരക്കും 12% നിന്ന് 5%ലേക്ക് കുറച്ചിട്ടുണ്ട്. മാസം 1000 മുതൽ 2000 വരെ രൂപ ആരോഗ്യ ആവശ്യത്തിന് ചിലവഴിക്കുന്നവർക്ക് 100 മുതൽ 500 രൂപ വരെ ലാഭിക്കാം. ഇൻഷുറൻസിൽ വർഷം 5000 മുതൽ 10,000 രൂപയുടെ ലാഭവും പ്രതീക്ഷിക്കാം. വസ്ത്രങ്ങൾ, ഫുഡ്വെയർ എന്നിവയുടെ GSTയിലും കുറവുണ്ട്. മാസം 2000 മുതൽ 5000 രൂപ വരെ വസ്ത്രങ്ങൾക്ക് ചിലവഴിക്കുന്നവർക്ക് 100 മുതൽ 300 രൂപ വരെ ലാഭം കിട്ടും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്. പ്രതിമാസം ഒരു 23,000 വരെ ചിലവഴിക്കുന്ന കുടുംബത്തിന് GST 2.0യിലൂടെ ഒരു 2050 മുതൽ 3200 രൂപയുടെ വരെ ലാഭമുണ്ടാക്കാം. അത് ഒരു വർഷത്തേക്ക് കണക്കാക്കിയാൽ 24,600 മുതൽ 38,400 രൂപ വരെ ലാഭിക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. ഇടയ്ക്ക് ആര്യ പറഞ്ഞപ്പോൾ പൊറോട്ടയ്ക്ക് നികുതിയില്ല എന്ന് പറഞ്ഞപ്പോൾ ചില പ്രേക്ഷകരുടെ മനസ്സിൽ ഇടിപൊട്ടിയത് ഞാൻ അറിഞ്ഞു. ഹോട്ടലിൽ പോയി പൊറോട്ടയും ബീഫും ആവശ്യത്തിനടിച്ചിട്ട് പൊറോട്ടയുടെ പൈസ വരുന്ന സമയത്ത് ഇത് GST ഇല്ലല്ലോ എന്ന് ചോദിക്കാൻ വരട്ടെ. കടയിലെ പൊറോട്ടയുടെ കാര്യമല്ല, പൊറോട്ട പാക്കറ്റായിട്ട് കിട്ടുമ്പോൾ അതിനുള്ള GSTയുടെ കാര്യമാണ് കേട്ടോ. കടയിലെ പൊറോട്ടയ്ക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള നികുതി ഉണ്ടല്ലോ, അത് കൊടുക്കുക. 5% നികുതിയേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്ന് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഹോട്ടലുകളിൽ ഇത് പ്രതിഫലിച്ചു വരാൻ ഈ സമയമെടുക്കും. കാര്യം ഈ സാധനങ്ങളുടെ വില, ഹോട്ടലിലെ സാധനങ്ങളുടെ വിലയിലും മാറ്റം വരുത്തേണ്ടതാണെന്നാണ് നമ്മുടെ ഒരു പക്ഷം. ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഉപഭോക്താക്കളെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ്.